നമ്മൾ ഇന്ന് പോകുന്നത് ബദാമി ഫോർട്ടിലേക്കാണ്. കർണാടകയിലെ ഒരു പ്രധാന ചരിത്ര സ്ഥലമാണിത്. പഴക്കം കൊണ്ടും നിർമ്മാണ ശൈലി കൊണ്ടും ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു കോട്ടയാണ്. കോട്ട കയറും തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഇതൊരു സാധാരണ സ്ഥലമല്ല. പാറയുടെ മുകളിലായി നിർമ്മിച്ചിരിക്കുന്ന ഈ കോട്ട ആ കാലത്തെ എഞ്ചിനീയറിംഗിന്റെ ഒരു നല്ല ഉദാഹരണമാണ്. ബദാമി ഫോർട്ട് നിർമ്മിച്ചത് 6-ാം നൂറ്റാണ്ടിലാണ്. അന്ന് ഈ പ്രദേശം ഭരിച്ചിരുന്നത് ചാലൂക്യ രാജവംശമായിരുന്നു. ചാലൂക്യ രാജാവായ പുലികേശിൻ ഒന്നാമനാണ് ബദാമിയെ തലസ്ഥാനമാക്കി വികസിപ്പിച്ചത്. അന്ന് ബദാമി അറിയപ്പെട്ടത് വാതാബി എന്ന പേരിലാണ്. പിന്നീട് പല പല രാജവംശങ്ങൾ ഇവിടെ വന്നു പോയി. പക്ഷേ ഈ കോട്ട ഇന്നും അതിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ കോട്ടയുടെ നിർമ്മാണം ശ്രദ്ധിച്ചാൽ പാറയുടെ മുകളിൽ തന്നെ മതിലുകൾ കെട്ടിയിരിക്കുന്നത് കാണാം. ശത്രുക്കൾക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റാത്ത രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കയറുന്ന വഴികളും പടികളും എല്ലാം വളരെ ആലോചിച്ച് കൃത്യമായി തയ്യാറാക്കിയതാണ്. ഈ കോട്ടയുടെ ഉള്ളിൽ ചില പ്രധാന ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവയും ഈ സ്ഥലത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ്. ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ക്ഷേത്രമാണ് അപ്പർ ശിവാലയ ടെമ്പിൾ. കോട്ടയുടെ മുകളിലായുള്ള ഈ ക്ഷേത്രം ശിവന് സമർപ്പിച്ചതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങ് ദൂരെ അഗസ്ത്യ തീർത്ഥവും സമീപത്തായി ബദാമി കേവ് ടെമ്പിൾസും കാണാൻ പറ്റും. ബദാമി ഫോർട്ട് ഒരു സാധാരണ ഫോർട്ടായിരുന്നില്ല. ഇതൊരു പ്രതിരോധ കേന്ദ്രവും ഭരണ കേന്ദ്രവുമായിരുന്നു. ഇവിടെ നിന്നാണ് ചാലൂക്യർ ദക്ഷിണേന്ത്യയുടെ വലിയ ഭാഗങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. കാലം കടന്നുപോയപ്പോൾ ഈ കോട്ടയ്ക്ക് നിരവധി ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. 14-ാം നൂറ്റാണ്ടോടെ ദില്ലി സുൽത്താനേറ്റ് ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു കയറി. അവരുടെ ആക്രമണങ്ങൾ ബദാമിയെയും ബാധിച്ചു. അതിനുശേഷം വിജയനഗര സാമ്രാജ്യം ഈ പ്രദേശം കൈവശപ്പെടുത്തി. അവരുടെ ഭരണകാലത്തെ കോട്ടയ്ക്ക് വീണ്ടും പ്രാധാന്യം ലഭിച്ചു. പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ ബീജാപൂർ സുൽത്താൻമാർ ഈ കോട്ട പിടിച്ചടക്കി. അങ്ങനെ യുദ്ധങ്ങളും ആക്രമണങ്ങളും കാരണം കോട്ടയുടെ ചില ഭാഗങ്ങൾ തകർന്നു. അതിനുശേഷം വന്ന മറാത്ത സാമ്രാജ്യം, പിന്നീട് വന്ന ബ്രിട്ടീഷ് സാമ്രാജ്യം എന്നിവരും ഈ പ്രദേശത്തെ നിയന്ത്രിച്ചു. ഈ നിരന്തരമായ യുദ്ധങ്ങളും അധിനിവേശനങ്ങളും കാരണം ബദാമി ഫോർട്ടിന്റെ പല ഭാഗങ്ങളും നശിച്ചു. എന്നാൽ ഇന്നും അവശേഷിക്കുന്ന ഭാഗങ്ങൾ അതിന്റെ പുരാതന മഹിമയെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ബദാമി ഒരു ചരിത്ര സ്മാരകമെന്നതിലുപരി കാലത്തിന്റെ കഥകൾ പറയുന്ന ഒരു തുറന്ന മ്യൂസിയമാണ്. ഒന്ന് വെറുതെ കണ്ണടച്ചു നോക്കിയാൽ ഇവിടെ ഒരിക്കൽ രാജാക്കന്മാർ നടന്നത്, ആളുകൾ പൂജ ചെയ്തത് എല്ലാം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഇവിടെ കാണുന്ന ഈ ചെറിയ കൂരകൾ പോലെയുള്ള ഭാഗം കണ്ടോ? ചിലപ്പോൾ ഇത് അന്ന് ഉപയോഗിച്ചിരുന്ന ഗാർഡ് റൂം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിരിക്കാം, ചിലപ്പോൾ രഹസ്യ വഴിയിലേക്കുള്ള പ്രവേശനവും ആയിരിക്കാം. ഇവിടെ കാണുന്ന ചെറിയ വാതിൽ അകത്തേക്ക് പോകുന്ന ഒരു ചെറിയ മുറിയിലേക്കുള്ളതാണ്. കോട്ടയുടെ ഏറ്റവും മുകളിലായിട്ട് ഒരു ചെറിയ കുളവും ഉണ്ട് ഇവിടെ. ഇത് അന്നത്തെ ജലസംഭരണിയായിരിക്കാം. ഇത്ര ഉയരത്തിൽ പോലും വെള്ളം ലഭ്യമാക്കിയിരുന്നത് അന്നുണ്ടായിരുന്ന നല്ലൊരു സംവിധാനമാണ്. ഇതാ ഈ കാണുന്നതാണ് മലഗിട്ടി ശിവാലയ ടെമ്പിൾ. ഇതാണ് ഫോർട്ടിനുള്ളിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രം. പാറയുടെ മുകളിൽ നിൽക്കുന്ന ഈ ക്ഷേത്രം കാണുമ്പോൾ തന്നെ ഒരു രാജകീയ ഭാവമാണ്. ബദാമി ഫോർട്ട് കാണുന്നത് ഒരു കാഴ്ചയല്ല,
അനുഭവിക്കുന്ന ഒരു ചരിത്രമാണ്. ഈ പാറകൾക്ക് ശബ്ദമുണ്ടായിരുന്നെങ്കിൽ അവ രാജാക്കന്മാരുടെ കഥ നമുക്ക് പറഞ്ഞു തന്നേനെ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ ഒരേ ഒരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇത് ഇങ്ങനെ തന്നെ നിൽക്കുന്നു. നമ്മൾ വന്നു പോകും, പക്ഷെ ഈ കോട്ട ഇതിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും.